അവസാന ഘട്ടമല്ലല്ലോ. ഈ ഷോ തീരുന്നതല്ല എന്റെ അവസാന ഘട്ടം. എനിക്ക് നീതി കിട്ടുന്നതാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അവസാന ഘട്ടം. ഈ ഷോ തീർന്നോട്ടെ. ഈ ഷോ തീർന്നാൽ എന്താ കുഴപ്പം? ഞാൻ ഈ ഷോ തീരുന്നവരെ കാത്തിരുന്നതല്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് കൃത്യമായി നിയമപരമായുള്ളൂ. ഞങ്ങൾ ഒരു മാസം ഏതാണ്ട് 1-1.5 മാസത്തോളമായിട്ട് ഇതിന്റെ പുറകെയാണ്. ഇനി എഫ്ഐആർ പുറത്തു വരാതെ ഇപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഇപ്പോ ദിലീപ് കേസുകളിൽ അവർ പല കാര്യങ്ങളും പുറത്തു വരാത്തത് എഫ്ഐആർ വരാത്തതൊക്കെ പല കാര്യങ്ങളും കൊണ്ടാണ്. അപ്പൊ നിയമം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ദിയാസുള്ള ആളെ ഇത്രയൊക്കെ കാര്യങ്ങള് സിബിന്റെ അടുത്ത് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സിബിൻ നിയമപരമായിട്ട് പോയില്ല എന്ന് പറഞ്ഞു കേട്ടു. ഇപ്പൊ സിബിൻ നിയമപരമായിട്ട് പോയിരിക്കുന്നു. അപ്പൊ സത്യങ്ങളെല്ലാം അറിയാവുന്നതാണോ സിബിനെ ഒരു മാനസിക രോഗിയാക്കി ചിത്രീകരിക്കുന്നത്? എക്സാക്ട്ലി അത് തന്നെയാണ് കാര്യം. അതായത് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞാൽ ഒരു മാനസിക രോഗിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ആ മാനസിക രോഗി പറയുന്നത് കേൾക്കണ്ട, വകവയ്ക്കണ്ട എന്നുള്ള ഇമേജ് എനിക്ക് ഉണ്ടാക്കി തരാനാണ് ഈ ഷോ ശ്രമിച്ചത്. മറുപടി നമുക്കൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു, രണ്ടുപേരും തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. ആ കോൺട്രാക്ട് ആദ്യം നമ്മൾ വേണ്ടത് ലോഫുൾ കോൺട്രാക്ട് ആയിരിക്കണം. ഒരിക്കലും ഒരു അൺലോഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാക്റ്റിൽ നമുക്ക് ഏർപ്പെടാൻ പറ്റില്ല. അത് അഭിക്ഷ വീടാണ്. അത് തുടങ്ങിയ സമയം ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട സമയത്ത് തന്നെ അത് വീടാണ്. അതായത് ഇദ്ദേഹത്തിന് ഒരു ഹോട്ടൽ മുറിയിൽ 3 ദിവസത്തോളം, അതായത് 4 ദിവസം അടുപ്പിച്ച് ഇയാളെ കൂട്ടിയിടുക. ആ 167 CRPC പ്രകാരം നമ്മുടെ പോലീസ് കസ്റ്റഡിയിൽ എടുത്താൽ പോലും നമ്മുടെ അടുത്ത സുഹൃത്തിനെയോ നമ്മുടെ ബന്ധുവിനെയോ ഈ വിവരം അറിയിക്കണമെന്നുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇയാളെ 3 ദിവസത്തിന് മുകളിൽ ഒരു മുറിയിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. അയാളെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല, അയാളെ സുഹൃത്തുക്കളെ അറിയിച്ചിട്ടില്ല, ഇയാൾക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതിനുപരി ഇയാൾക്ക് സൈക്കാട്രിക് ഡ്രഗ് കൊടുക്കുകയാണ്. വീഡിയോ കോളിലൂടെ മാത്രം വന്ന് ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ ഒരാള് പ്രോപ്പർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇവർക്ക് കൊടുക്കുന്ന ടാബ്ലറ്റ് ശ്രദ്ധിച്ചാൽ മതി. അതായത് ആ ടാബ്ലറ്റ് മാത്രമായിട്ടാണ് കൊടുക്കുന്നത്. അതിന്റെ പിന്നിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. സിജോയുടെ വീട്ടുകാരെ ബന്ധപ്പെടാൻ, വീട്ടുകാരുമായിട്ട് ഇടപെടാൻ സിജോനെ സമ്മതിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പൂട്ടി കൺസ്ട്രൈൻ ചെയ്തതല്ല. അദ്ദേഹം ഹോസ്പിറ്റലിൽ എന്നെ ഒരു ഹോട്ടൽ മുറിയിലാണ് ലോക്ക് ചെയ്തത്. പല ആരാളോ ഒരു ആരോപണം, പച്ചക്കള്ളമാണ്. അങ്ങനെയല്ല, ഞാൻ മദ്യപിക്കുന്ന ആളാണ്, മദ്യപിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു മദ്യപാനിയല്ല. വൊക്കേഷണൽ ഡ്രിങ്കറാണ്, സോഷ്യൽ ഡ്രിങ്കറാണ്. എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നുകൊള്ളാം എന്ന് പറയുന്നുണ്ടല്ലേ? അങ്ങനെയാണ് വീണ്ടും തുടരാം. അതിന്റെ ഇടയ്ക്ക് വല്ലതും ഈ മത്സരാർത്ഥികളോട് പറയുന്നതായിട്ട് എനിക്ക് മെമ്മറി വല്ലാണ്. അവിടെയുള്ള കൂടെ ഉള്ള ആളുകളോട് പറഞ്ഞായിട്ട് എന്റെ മെമ്മറി വന്നു ഓർക്കുന്നില്ല. എനിക്ക് തിരിച്ചു പോകണം, എനിക്ക് പുറത്തേക്ക് പോകണം. വീണ്ടും തിരിച്ചു ഇല്ല, ഞാൻ ഹൗസിനുള്ളിൽ വന്നിട്ട് ഞാൻ ഉറങ്ങിയെന്ന് പറഞ്ഞില്ല. ഞാൻ എന്നെ ഇവര് പുറത്ത് ഹോട്ടൽ മുറിയിൽ എത്തിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല. ഇല്ല, അവിടെ നേരെ പുറത്ത് എന്നെ കൺഫഷൻ റൂമിൽ നിന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറക്കി. ആ പുറത്തിറക്കിയ സമയത്ത് ഞാൻ പറഞ്ഞ 3 അധികൃതർ വരുന്നു, പുറത്ത് പോകരുത്, ഈ ഗെയിം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കമ്പൽസറി ആയിട്ട് എന്നെ തിരിച്ച് കുശിയതകത്ത് കയറ്റിയത്. ഡോക്ടർ കൊടുത്ത നിർദ്ദേശം വരെ ഖണ്ഡിച്ചുകൊണ്ട് എന്നെ ഇവരകത്തേക്ക് കയറ്റിയത്. പാലിക്കാതെ തിരിച്ച് കുശിയതകത്ത് കയറ്റിയത് നിർബന്ധമായിട്ട്. ആവാം, അതിന്റെ പിന്നിലെ വികാരം എന്താണെന്ന് എനിക്കറിയില്ല. ജാസ്മിനെതിരെ കളിക്കുന്നത് ഒരു പ്രത്യേക വാണിജ്യം പറഞ്ഞു. അപ്പൊ അങ്ങനെ വാണിജ്യ സമയത്ത് ഇതും അതുമായിട്ടൊക്കെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ജാസ്മിനെതിരെ കളിച്ചത് കൊണ്ട് കൂടിയാണോ? നമുക്ക് വിഷയം ഇതിൽ നടക്കണം. എനിക്ക് അറിയില്ല, ഇതൊക്കെ ഞാനല്ലല്ലോ മറുപടി പറയുന്നത്. ഇത് ആ സൈഡിൽ നിൽക്കുന്നവരാണ് മറുപടി പറയുന്നത്. വിളിച്ചു പറഞ്ഞു ഇല്ല, ഇത് നമുക്ക് നമ്മൾ ആ സമയത്തൊക്കെ റെക്കോർഡിങ്ങിനെ കുറിച്ച് ചിന്തിക്കൂ.
സ്വാഭാവികമായിട്ട് ബാക്ക് ടു ബാക്ക് നമ്മൾ വിളിക്കുന്ന സമയത്ത് അതിപ്പോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്നതല്ല, നമുക്ക് ബാക്ക് ടു ബാക്ക് നമ്മൾ വിളിക്കുകയാണ് ഇവര്. ആ വിളിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നോട് എന്റെ വീട്ടുകാരോട് ഇങ്ങനെ പറയുന്നത്, അവസാനമായിട്ടാണ് പറയുന്നത്. അപ്പോഴൊന്നും ഒരു റെക്കോർഡ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കില്ല. സിബിൻ ഇപ്പൊ പറഞ്ഞു മെഡിസിൻസ് പലരും പരീക്ഷിക്കുന്നുണ്ട്. അതെ, സംശയമാണ് എന്റെ, എല്ലാവരും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ പല സീസണിലും അങ്ങനെ പലരും ഇങ്ങനെ പരീക്ഷിക്കുന്നുണ്ട്. ഒരാൾ സൂയിസൈഡിലൊക്കെ ശ്രമിച്ചു. അതെ അതെ, തമിഴ് സീസണിലുണ്ട്. അതെ, അപ്പൊ ഒരു വലിയ ഡ്രഗ് മാഫിയ ഉണ്ടാവാം, അന്വേഷണത്തിൽ തെളിയട്ടെ, ഉണ്ടാവാം. അറിയില്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രിസ്ക്രിപ്ഷൻ ചോദിച്ചിട്ട് ഈ നിമിഷം വരെ എനിക്ക് ഇത് തന്നിട്ടില്ല. അറിയിച്ചിരുന്നു, ഒരു നടപടി ഉണ്ടായില്ല. അറിയിച്ചിരുന്നു, ഇല്ല. അതെ, എന്ത് ജെന്യൂനിറ്റിയാണ്? അല്ല, ഞാൻ പരാതി ഉന്നയിച്ച കാര്യം തന്നെയാണ്. എന്നെ നിർബന്ധിച്ചാണ് കഴിപ്പിച്ചത്. എന്നത് പറഞ്ഞു, എന്നെ നിർബന്ധിച്ചാണ്. കഴിച്ചാൽ മാത്രമേ അകത്തേക്ക് പോകാൻ സാധിക്കുള്ളൂ. ഞാൻ ഈ മത്സരത്തിൽ ഒരു 4 രീതിയിലാണ്, ഒരു 4 സ്റ്റെപ്സിലാണ് ഇവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. ഒന്ന്, ഇത് മത്സരത്തിന്റെ കാര്യമാണ് കേട്ടോ. അതായത് ഈ മത്സരത്തിൽ ഇവർക്ക് വേണ്ട രീതിയിലാണ് ഒരു കാര്യങ്ങൾ കൊണ്ടുവന്നത്. അതിന്റെ മേളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ഇപ്പം അഖിലേട്ട പ്രവർത്തകരൊക്കെ അതിന്റെ മേളിൽ പ്രവർത്തിച്ച് ഫൈറ്റ് ചെയ്ത ആൾക്കാരാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവർ ആദ്യമേ തന്നെ ബേസിക് ഒരു ടാസ്കിൽ ഈ കൊടുക്കുന്ന ഗെയിമുകളിൽ ഇവര് കൃത്രിമത്വം കാണിക്കും. 2, ഇവര് എഡിറ്റിംഗിൽ പല കാര്യങ്ങളും ഒഴിവാക്കും. ഞാനത് ഫിനിഷ് ചെയ്തോട്ടെ. ഞാനിപ്പോ എന്താ പറയാ, ഇതിപ്പോ അദ്ദേഹം സംസാരിക്കും. അപ്പം ഇത് അതിന്റെ ടാസ്കുകളുണ്ട്. അപ്പൊ എന്റെ സീസണിൽ തന്നെ ഈ പവർ റൂമിലേക്ക് വരുന്ന ടാസ്കുകളൊക്കെ കൃത്രിമത്വം കാണിച്ചാണ് എല്ലാവരും ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ പുറത്താകുന്ന ദിവസമുള്ളത്. 2, ഇവർ എഡിറ്റിംഗിൽ പല കാര്യങ്ങളും ഒഴിവാക്കുന്നു എന്ന് എല്ലാ മത്സരാർത്ഥികളും പുറത്തു എന്ന് പറയുന്നു. അഭിഷേക് ചെയ്ത് ഉൾപ്പെടെ എല്ലാവരും പുറത്തു വന്ന് എഡിറ്റിംഗിൽ പല കാര്യങ്ങളും ഒഴിവാക്കി എന്ന് പറയുന്നു. ഇപ്പൊ അവസാനം ഇറങ്ങിയ സിജോയുടെ സൈഡിൽ നിന്ന് ഉൾപ്പെടെ അത് ചെയ്യാം, മത്സരത്തിന്റെ ആവശ്യമാണ്. പിന്നെ 3ാമതായി മാനിപ്പുലേറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യം എഡിറ്റിലൂടെ മറ്റു രീതിയിലേക്ക് ആൾക്കാരിലേക്ക് എത്തിക്കുക. അതിൽ നിൽക്കാത്തവർക്കാണ് ഇവര് മരുന്ന് കൊടുത്ത് തളർത്തി പുറത്താക്കുന്നത്. ഈ മരുന്ന് കഴിച്ചു എന്ന് പല മത്സരാർത്ഥികൾ കൊടുത്തിട്ടുണ്ടെന്നും പല മത്സരാർത്ഥികളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞതിന്റെ ഇപ്പൊ ഞാൻ ഈ പൊതുവേദിയിൽ വന്ന് പറഞ്ഞുകൊണ്ട് അവര് പുറത്തു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവര് വരും. ഇനി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ നമ്മൾ നിയമപരമായി കാര്യം എല്ലാവരും ഇവര് അടച്ചുപൂട്ടിയിരുന്നത് ബ്രോ ഈ നിയമപരമായിട്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും പീഡിപ്പിക്കുന്നു. കോൺട്രാക്ട്. അതെ, എനിക്കറിയില്ല ഉറക്ക ഗുളിക എന്ന് പറഞ്ഞാണ്. അത് സ്കീസോഫ്രീനിയുടെ മരുന്ന്. ഇതെല്ലാം കാണാൻ ഒരുപോലെ തന്നെ ഇരിക്കും. ഇവർ മരുന്ന് തരുന്നെന്ന് പറഞ്ഞാൽ ചെറിയ പീസായിട്ടാണ് തരുന്നത്. അത് എന്താണെന്ന് നമുക്ക് വായിക്കാൻ പറ്റില്ല. പക്ഷെ എന്റെ ഭാഗ്യത്തിൽ ഒരു അവസാന ദിവസം തന്ന മരുന്ന് ഇങ്ങനെയായിരുന്നു. ഇതിൽ കൃത്യമായിട്ട് ആ മരുന്നിന്റെ പേര് വായിക്കാൻ പറ്റും. ഓലാൻ സപ്പായി എന്ന് വായിക്കാൻ പറ്റും. ഇത് എന്റെ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. ഇതിനകത്ത് കൃത്യമായ മരുന്നിന്റെ മറ്റു ഡീറ്റെയിൽസുകൾ ഇതിനകത്ത് തന്നെ ഉണ്ട്.